അമ്മായി വലിയ പ്രശ്നത്തില്. ആവണിയും കൂട്ടി വീട്ടിൽ പോണമെന്നാ പറഞ്ഞത്. അതൊരു സാധുവല്ലേ? ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ പേടിച്ചു പോവില്ലേ? ഇതല്ലാതെ വേറെന്താ അവർക്ക് പറയാനുള്ളത്? എന്താ മൈഥിലി ഇപ്പൊ ചെയ്യാ? ആവണി ഇപ്പോ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. സാരംഗാണെങ്കിലും ദിലിംഗറാണെങ്കിലും അവര് പറഞ്ഞു വിടുന്ന മറ്റാരാണെങ്കിലും അവരൊരു പക്ഷെ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് വരണമെന്നില്ല. നേരെ ആവണിയുടെ വീട്ടിൽ ചെന്നാ അവിടെ ആരാ ഉള്ളത്? ആവണി അവളുടെ അമ്മ. അവർക്ക് പേടിക്കാൻ ഇത് ധാരാളമല്ലേ? ഇതൊക്കെ അമ്മായിയോട് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ മനസ്സിലാവണ്ടേ? ഈ പ്രശ്നം അവസാനിച്ചാൽ തന്നെ അവളെ ഇനി ഇവിടെ നിർത്താൻ അമ്മായി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മായിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആവണിയും യാമയും തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവരെ രണ്ടുപേരും ചതിച്ചൊരാള് വീണ്ടും ചതിക്കാൻ നോക്കിയപ്പോ പ്രതികരിച്ചു. ഇന്നത്തെ പെൺകുട്ടികളെ നമ്മൾ വളർത്തുന്നത് പ്രതികരിക്കണമെന്ന് പറഞ്ഞോണ്ടല്ലേ? എന്നിട്ട് അത് അവരങ്ങനെ ചെയ്യുമ്പോ നമ്മൾ എങ്ങനെ പിന്മാറുന്നത്? ഓക്കെ മൈഥിലി, അമ്മായിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ആവണിയുടെ പേടി മാറിയാല് അമ്മായി തീരുമാനം മാറ്റും. ആനന്ദ് എന്താ എന്നോട് പറഞ്ഞത്? സേവ്യറിന്റെ കാര്യത്തിൽ ആനന്ദിന് പൂർണ്ണ വിശ്വാസമാണ്. അയാൾക്കിത് വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിയുന്നത് തന്നെയാണ് ആനന്ദ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, രാഹുലിന്റെ ജീവന് അപകടം പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അയാളുടെ പോലീസ് അനുഭവം വെച്ച് അയാൾ പറയുന്നത്. തൽക്കാലം അത് വിശ്വസിക്കല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? അയാൾ അല്പം സാവകാശം ചോദിക്കുമ്പോൾ അത് കൊടുത്തല്ലേ പറ്റൂ. സാരംഗിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലും? സാരംഗിന്റെ വിനോദങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കലി മുഴുവൻ ആനന്ദിന്റെ നേരെയാ. അപ്പൊ പിന്നെ എന്തൊക്കെയാ പറയാനുള്ളതെന്ന് ഊഹിക്കാലോ. ഒട്ടും നാണോ മാനോ ഇല്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞു അവൻ. ആരെക്കുറിച്ചും എന്ത് ദൂഷ്യവും പറയും. ജയിക്കണം എന്നൊരു തോന്നലല്ലാതെ തോറ്റുപോകുന്നത് ആരൊക്കെയാണെന്ന് ഒരു ചിന്തയില്ല. അയാൾ അങ്ങനെ തന്നെ അമ്മേ. ഞങ്ങൾ കൂട്ടുകാർ അയാളെ കളിയാക്കാറുണ്ട്. ഞങ്ങൾ എല്ലാരും കിടക്കുന്ന മുറിക്ക് തീ പിടിച്ചാലും ആരുടെയെങ്കിലും കഴുത്തിന് ചവിട്ടിയിട്ടാണെങ്കിലും സാരംഗ് പുറത്തു വരുമെന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് അയാൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. അല്ല മൈഥിലി, ഒരു പോലീസ് കംപ്ലൈന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞാണല്ലോ അവരിപ്പോ ഇങ്ങോട്ട് പേടിപ്പിക്കുന്നേ. യാമയെ കൊണ്ടും ആവണി കൊണ്ടും ഒരു കംപ്ലൈന്റ് അവർക്കെതിരെ കൊടുപ്പിച്ചാലോ? അതൊന്ന് സേവ്യറിനോട് ചോദിച്ചൂടെ? ഞാനങ്ങനെ ചോദിച്ചില്ല. പക്ഷെ സാരംഗിനോടായാലും ദിനകരനോടായാലും ഒരു ബഹളവും വേണ്ടെന്നാണ് സേവ്യറിന്റെ പക്ഷം. അയാളൊരു പോലീസുകാരനല്ലേ? ഈ പോലീസുകാരുടെ കേസന്വേഷണ രീതികളൊക്കെ നമുക്ക് മനസ്സിലാവാത്ത രീതികളാ. അയാള് പറയുന്നത് കേൾക്കാം. അതിൽ കൂടുതൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. രാഹുലിനെ ഏതെങ്കിലും രീതിയിൽ മാറ്റി നിർത്തുന്നുണ്ടോന്നറിയാൻ ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അവശനിലയിൽ രാഹുലിനെ സാരംഗാണ് കണ്ടെത്തുന്നതെങ്കിൽ ചിലപ്പോ അയാള് രാഹുലിനെ അപായപ്പെടുത്താനും മടിക്കില്ല. കൊന്നുകളയും നമ്മളെല്ലാരെയും കൊടുക്കാൻ. വരട്ടെ രഞ്ജിത്ത്. മനസ്സിന് ധൈര്യം സ്വരുക്കൂട്ടാൻ ശ്രമിക്കുക. ഞാൻ ധൈര്യപൂർവ്വം നിന്നേ പറ്റൂ. നമ്മുടെ പിള്ളേര് ജീവിച്ചു തുടങ്ങിയില്ല. ജീവിതം മുഴുവനും വേട്ടയാടപ്പെടാൻ ഇതൊരു കാരണമായി മാറിക്കൂടാ.